സെക്യൂരിറ്റി മാൻ, അവൻ PhD കാരനായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? അവന് ബോധപത്രം ഉണ്ടായിരുന്നെങ്കിൽ അവന് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇവിടെ വരുന്നവരെ എല്ലാം ചെക്ക് ചെയ്യണമെന്ന് അവൻ ചോദിക്കാൻ മറന്നുപോയി. സ്റ്റാഫാണോ ഉള്ളിലാണോ എന്ന് ചോദിച്ചു. അപ്പം അത് അവനെ ഇറങ്ങി മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അവിടെ കൊണ്ട് ഡിസ്മിസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അവൻ ആ ചോദിച്ചു പോയി. അപ്പോൾ അപ്പൻ 7ാമത്തെ കൊച്ചിനെ പെണ്ണായതുകൊണ്ട് സ്വീകരിച്ചില്ല. അതിനെയും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ. God give me the grace to accept what I cannot change. These are the facts I have to accept. ആ മണ്ടത്തരമായി പറഞ്ഞു. എന്നെ പറ്റി ഇയാൾ ഇത് പറഞ്ഞു സമയം. പക്ഷേ ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ആ പലപ്പോഴും ശാന്തി ഉണ്ടാകാതെ പോകുന്നത് അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ പാടില്ലാത്തത് വരുന്ന ഈ ഫോർമുല ഉപയോഗിക്കുന്നുണ്ടാണ്. യഥാർത്ഥ ഫോർമുല ഏതാണ്? ആൾ കൊടുത്തിട്ട് കറക്റ്റ് ഫോർമുല ഈ 2 ഇടയ്ക്ക് ഒരു V ഉണ്ട്. 2 ഇടയ്ക്ക് V. ആ V എന്നറിയോ? വിഷൻ അബൌട്ട് മൈസെൽഫ്. വിഷൻ അബൌട്ട് മൈസെൽഫ്. ഞാനൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ദേഷ്യമാകുന്നത്? ദ ഇവൻസ് ഇപ്പം എഴുതരുത്, പറയുന്നത് ഇവൻസ് that happens to me, that takes place, are automatically, consciously or unconsciously processed. So it's the CPU level, processed. What is the CPU? By my vision about myself. If that vision is positive, emotion is going to be positive. No reaction, response. Reaction is negative. Response is going to be positive. If that vision is negative, the response is emotion is going to be negative. Response is going to be negative. Example: Dr. A. The boyfriend reached me that was immediately processed by her vision about herself. What was that vision? From the second Dr. B's statement we can make out. What did she say? Dr. B, I am a loving girl, I am a lovable girl. Dr. A existed with the wrong vision about herself, but I am not a lovable girl. St. John's വന്നു കഴിഞ്ഞപ്പോൾ ഈ എനിക്ക് ഇൻട്രസ്റ്റ് കാണിച്ചു. എല്ലാ മുട്ടയും കൊണ്ട് ആ കുട്ടയ്ക്കാതിട്ടു. മനസ്സിലായില്ലേ? അവൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല മിച്ചം. You see the point? I said, if you are not in love with yourself, don't fall in love with somebody else. എനിക്കിങ്ങനെ അപകർഷബോധത്തിൽ നിന്നാണ് ഒരാളെ സ്നേഹിക്കുന്നതെങ്കിലും പിന്നെ ഒക്ടപ്പസ് ആയിത്തീരും, ഞാൻ പാരസൈറ്റ് ആയിത്തീരും. മറ്റേ ആൾക്ക് ശ്വസിക്കാൻ നേരം കൊണ്ടുവരില്ല. മനസ്സിലായില്ലേ? So that is the problem. My vision about myself must be positive. എനിക്ക് വാച്ച്മാനോട് ദേഷ്യം ഉണ്ടായത് എന്താ? ഞാനൊരു കൊച്ചു പ്രൊഫസറായിരുന്നു. ആർക്കും നമ്മളോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു തോന്നുന്നില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് if I am convinced what I am, I can be self-effacing. ആരാണ് ഏറ്റവും ഹമ്പിൾ ആയിട്ടുള്ള മനുഷ്യർക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്? അപ്പം ഞാൻ സെൻറ്റ് ജോൺസിലായിരുന്നു. രാവിലെ കുർബാന ചെല്ലാനായിട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ രോഗികളായിട്ട് വരുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. അവർ കൂടെ ചെല്ലാനായിട്ട് വരികയും അപ്പോൾ സംഘടിപ്പിച്ചപ്പോൾ അവരാരും എന്നെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഡയറക്ടറാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അച്ഛനും സൂക്കേടാണ്. അല്ല, അച്ഛൻ ഇവിടെ അതെ എന്നാ ഇവിടെ ജോലിയാണ്, അതെ എന്നാ ചാപ്പിനാണ്. എനിക്ക് പൂർണ്ണ ബോധ്യമാകാം, യാതൊരു വിഷമമില്ല. അവരെങ്ങനെ അറിയുന്നത് ഞാൻ ആരാന്ന് ഞാൻ പറയാം. ശരിയല്ലേ? ചില പ്രദേശം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഡയറക്ടർ അവളെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞോളൂ. ഓൾ കംസ് ഫ്രം അവർ കോംപ്ലക്സസ്. ആദ്യം ഞാൻ തന്നെ മനസ്സിലാക്കുക, ഞാൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്താലും പല മനുഷ്യരും എന്നെ കണ്ടു കാണത്തില്ല, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലേ? സോ അപ്പം ആ രീതി ബദലാണെങ്കിൽ ദേഷ്യത്തിന് കുറവുണ്ടാകും. സോ വാട്ട് വി ഹാവ് ടു കറക്റ്റ് ഈസ് അവർ വിഷൻ about ourselves. അതിന് ഈ ലോകത്തിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ദേഷ്യം വരുമ്പം ചെയ്യാനും സാധിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ വിഷനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. നെക്സ്റ്റ്, ഈ നെഗറ്റീവ് വിഷൻ ഉണ്ടാകുന്ന കാരണം അറിയാവുന്ന എന്താന്ന്? ഇതാണ് ഫീഡ്ബാക്സ് ഓഫ് അതേഴ്സ്. എന്ന് രാവിലെ പറഞ്ഞതോർക്ക് നോക്കുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്സ് ഡോണ്ട് ഗിവ് ടു എനിബഡി. കുട്ടികളുടെ സെൽഫ് ഇമേജിനെ ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥായിയായിട്ടുള്ള ഘടകം.
എല്ലാ നാട്ടിലും ഉണ്ട് റേസസ്. കൊച്ചിലെ മുതൽ ഹോൾ സൊസൈറ്റി tells them they are low. നമ്മുടെ നാട്ടിൽ SC/ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകും അല്ലേ? ഇവിടെ ബ്ലാക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നം കളക്റ്റീവായിട്ട് നമ്മളിങ്ങനെയുള്ള ഇത് അവരെ കൊടുത്തോണ്ടിരിക്കും. കൊള്ളില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദേവികം വയലന്റ്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്നാലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ വഴി തെറ്റിപ്പോയി. എന്തോ ഫെഡറൽ എക്സ്പ്രസിൻ്റെ ഓഫീസ് ഇവിടെയാണെന്നാലും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ബ്ലാക്ക് ഫാമിലി വരുന്നു. എന്നിട്ട് അപ്പനും അമ്മ കൊണ്ടൊന്ന് പിള്ളേര്. ഞാൻ ചോദിച്ചു ഫെഡറൽ എക്സ്പ്രസിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ അപ്പൻ ഉത്തരം പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. കാരണം അതല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കാർ തുറന്നിട്ട് എക്സ്ക്യൂസ് മീ, മൈ ഗോഷ്, കൂടെ നിന്ന് പെൺകുട്ടി കൊടുക്കുന്ന വളർച്ച, അതായത് അവരുടെ ആക്സിഡന്റ് ഞാൻ മനസ്സിലാക്കില്ല എന്നുള്ള വിധത്തിൽ അവർ ദേഷ്യം ഭയങ്കര. ഞാൻ കഥവ് അടച്ചിട്ട് ഒറ്റ പോകും. വേണ്ട കാര്യം കോംപ്ലക്സ് ആണ് അവിടെ അല്ലേ? ദേഷ്യം വരുന്നത് എന്തിനാ? യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് us because you are insulting us or something like that. ഒരു വൈറ്റ് ഫാമിലിയാണ് അവിടെ അടുത്ത് വന്ന് കുറച്ചുകൂടെ നല്ലോണം പറഞ്ഞത് അല്ലേ? കോംപ്ലക്സ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ. കോംപ്ലക്സ് ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേക്കണം. പക്ഷെ നമുക്കത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ കോംപ്ലക്സുകൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഫീഡ്ബാക്സ് എന്നാണ് ഒരു കഥയുണ്ട് കേട്ടോ. അടുത്ത കഥ കേട്ടിട്ടുണ്ടോ? ഈ കോംപ്ലക്സ് എൻ്റെ ഒരു കഥ പറയാനുണ്ട്. വിഷൻ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് 4 മാർഗങ്ങളുണ്ട്. വോളണ്ടറി കോർട്ടിക്കൽ ഇൻഹിബിഷൻ, പേടിക്കരുത്, എന്താന്ന് പറയാം. റോൾ മോഡൽസ്, ഡീസെൻസിറ്റൈസേഷൻ, വേറെ കൂടെയുണ്ട്. ഇതിലേക്ക് തിരിച്ചു വരുന്നത് ഇതൊരു എക്സസൈസാണ്. നിങ്ങൾക്ക് പിന്നെ നേരമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യിക്കുന്നില്ല. 9 ഡോട്ട്സ് അവിടെ കാണുന്നില്ലേ? ഇതിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചു വരാം. പോയിട്ടുണ്ട്. ഓക്കെ, ഇത് പറയാം. അതായത് എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് സെൽഫ് ഈ വിഷൻ ഉണ്ടാകുന്നത്. അവിക്കാട് about the story of Rapunzel. Rapunzel എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ കഥ കേട്ടിട്ടില്ലേ? Rapunzel was supposed, ഇവിടെ എല്ലാം പിള്ളേരോട് പറയുന്ന കഥയാണ്. അത് എൻ്റെ വേർഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. Rapunzel was the most beautiful girl in the world. She had very lovely long hair. When she was a little baby, a wicked witch came and stole her away from her, kept her in her tower, witch's tower. And that witch had a problem. She had to travel all around the universe on that broomstick. പേടിയാണ്. റപ്പൻസിൽ ഓടിപ്പോയാലോ? റപ്പൻസിൽ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ വിച്ച് ഒരു സൂത്രം ചെയ്തു. എന്താ സൂത്രം? Called her and said, Rapunzel, look at my face. Am I ugly? Rapunzel just looked at the face of the ugly witch for a split moment and said, oh, you are very ugly. I don't want to face you anymore. Rapunzel, you know why I love you so much? You know why I keep you here in my tower? Because your face looks exactly like my face. Anybody would say you are my own daughter. That's why I love you so much. Those were the days they did not have the rest to see their faces. Rapunzel believed every word that the wicked witch said. She decided, oh my gosh, if I am as ugly as that witch, I don't want to show this face to anybody. She became a voluntary prisoner inside the tower. The witch could go anywhere in the world, but the girl will stay inside. She grew up. By now she was 21 years old. One day it was very warm, sultry and humid inside the tower. Rapunzel leaned out of the first floor window of the tower. She fell asleep, fast asleep. Her long hair was hanging down, almost touching the ground. Then there came on a white stallion, the Prince Charming. The prince saw a beautiful girl there. Never seen such a beautiful creature. A knockout. He wanted to reach her then and there. So there was no way of reaching there. So he planted the hair that was hanging down into a rope and climbed on it. When their faces came close to each other, Rapunzel opened her eyes. And for the first time, in the glistening part of the princess' eyes, she saw something beautiful. What? Her own face. She realized how pretty she was. She realized how the wicked witch was bluffing her all the while. That was the moment of healing and liberation in her life. She walked out of the tower and lived happy ever after with the
things with a few minor incidents from the Wicked Witch. ആരുടെ സ്റ്റോറിയാണ് പറഞ്ഞതെന്നറിയാവോ? അതിൻ്റെ റഫറൻസ് അല്ലേ? അല്ല, യുവർ സ്റ്റോറി ആൻഡ് മൈ സ്റ്റോറി. ദിസ് വാട്ട് ഹാപ്പൻസ്. മാനിപ്പുലേഷൻ ഗോസ് ഓൺ. കൊച്ചുങ്ങളെ ബിഹേവ് ചെയ്യാൻ നമ്മൾ പറയുന്നതിന് ഉമ്മാക്കിയൊന്നുണ്ടാവും എന്നല്ലേ? അന്ന് മുതൽ ഉമ്മാക്കിയുണ്ട്. മനസ്സിലായി? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളാരും മാതാപിതാക്കൾ പറയേണ്ട, നാട്ടുകാർ പറഞ്ഞു നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിക് നെയിംസ് കൊടുക്കുന്ന അറിയാമല്ലോ. യങ് പീപ്പിൾ, ദ സ്കൂൾ കൺട്രോളിങ് ബിഹേവിയർ അങ്ങനെയല്ല. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എ വിഷൻ ഡെവലപ്സ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. സോ നമുക്ക് ചെയ്യാവുന്നത് 2-3 കാര്യങ്ങളാണ്. അത് വേഗം പറയാം. ഒന്നാമത്തേത് വോളണ്ടറി കോർട്ടിക്കൽ ഇൻഹിബിഷൻ. അതിൻ്റെ ഷോർട്ട് ഫോം VCI. വാക്കുകൾ പേടിക്കരുത്, വളരെ സിമ്പിളാണ്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ വിഷനിൽ നിന്ന് മാറ്റാൻ പോകുന്നത്? നെഗറ്റീവ് വിഷൻ. അതിനെ നെഗറ്റീവ് വിഷനെ നമ്മൾ എന്തെടുക്കണം? ഇൻഹിബിറ്റ് ചെയ്യണം. ഇൻഹിബിഷൻ മീൻസ് ന്യൂട്രലൈസ്. എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്, വോളണ്ടറി. അതെവിടെയാണ് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്? വേർ ആർ ദി നെഗറ്റീവ് വിഷൻസ് ഇംപ്രിന്റഡ്? ഇൻ ദ ഹെഡ്, കോർട്ടെക്സ് അല്ലേ? നമ്മുടെ മനസ്സ് സബ്സ്ട്രേറ്റം ഫോർ ഹ്യൂമൻ മൈൻഡ് ഈസ് ദ ബ്രെയിൻ. അപ്പോൾ നമ്മൾ അവർ തെറപ്പി മസ്റ്റ് ബി നോട്ട് സ്കിൻ ഡീപ്പ് ബട്ട് കോർട്ടെക്സ് ഡീപ്പ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യേണ്ടത് അറിയാമോ? ഹൗ ഡു യു ന്യൂട്രലൈസ് ആസിഡ്? അല്ലേ? ഓപ്പോസിറ്റ് എടുക്കുക. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് നെഗറ്റീവ് വിഷൻ? പോസിറ്റീവ് വിഷൻ. First, you have to develop a VCI principle. VCI principle means voluntary cortical inhibition principle. ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു നെഗറ്റീവ് വിഷൻ ഉണ്ട്. Until everybody says I am somebody, I am nobody. മനസ്സിലായോ? And if anybody says I am nobody, I am upset. അതാണ് എൻ്റെ നെഗറ്റീവ് വിഷൻ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ആ ഇംപ്രഷൻ തരികയാണ്, അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അന്ന് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ദേഷ്യം വരുന്നത്, ഇതെല്ലാം വരുന്നത്. എന്ത് ചെയ്യേണ്ടത്? ഞാൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഷൻ ഡെവലപ്പ് ചെയ്യണം. വാട്ട്സ് ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് വിഷൻ? ഐ ആം നോട്ട് സം. ഇഫ് അണ്ടിൽ എവരിബഡി സേസ് ഐ ആം സംബഡി, ഐ ആം നോബഡി. അത് പറയാൻ ഓപ്പോസിറ്റ് ഇല്ലായിരിക്കും. ഈവൻ ഇഫ് ദേ സേ നിങ്ങൾക്ക് ആർക്കും പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമുള്ളപ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല. സ്ട്രോങ് ഡോസേജ് വേണം. അത് വായന, കൺസെൻട്രേഷൻ, പ്രാർത്ഥന, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ഡെവലപ്പ് ചെയ്തത് എന്താണെന്നറിയാമോ? Even the most capable person is not going to be accepted by everybody in this world. ശരിയാണോ? ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആരായിരിക്കും ഈ ലോകത്തിൽ? ഒബാമ? ഓ, മനുഷ്യനെ പറ്റി പറയാം. ദൈവം Is he accepted by everybody? 6% കാത്തലിക്സിനെ ഇവിടെ കണ്ടെടുത്ത് കാണരുത്. 6% actually. Good study that here. Cardinal Burke doesn't like him. I don't know it. So nobody, even the most capable person in this world, is not going to be appreciated by everybody. ഒരു പോപ്പ് ഉണ്ടായിരുന്നു പണ്ട്, ജോൺ ദ 23rd എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് കാത്തലിക് ചർച്ചിനെ കുറച്ച് ലിബറൽ ആക്കിയത്. 86ാമത്തെ വയസ്സിലാണ് ഒരു പോപ്പായത്. എന്നിട്ട് പുള്ളി തന്നെ എഴുതിയിട്ടുണ്ട് കഥയിൽ. A few days after his election, one of his friends went to him and said, Papa Giovanni, Pope John, it seems the whole world is upset about your election. He said, the whole world is upset? I thought only I was upset about my election. No, nobody appreciates. So even the most capable person is not going to be appreciated by everybody in this world. I am capable, but not the most capable person. Right? Everybody can say that. Therefore, it is only natural that I am not going to be appreciated by some people. ഇങ്ങനെയുള്ള ഈ ഇത് റീച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? Through reading, consultation, prayer. The moment you get a VCI principle, we call it VCI principle. Write it somewhere. Repeat it to yourself. Read about it. Talk about it. Consult people. What are you doing? Consciously, you are inhibiting your negative vision in your brain. Voluntary cortical inhibition. Clear ആണോ? പള്ളിയിൽ വന്ന് പ്രസംഗം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? In the context of my vision distortion, I want to correct my vision about myself. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല.
Our thesis is the glory of God is a human being who is fully human and fully alive. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് വിഷൻസ് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് ലെവലിൽ ശ്രമിച്ചുകൊണ്ടിരിക്കണം. By the way, everybody should have a few BCI principles. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും BCI പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഒരു വിശുദ്ധയെ പറ്റി എനിക്കറിയാം, ലിറ്റിൽ ഫ്ലവർ എന്ന് പറയും, തെരേസ ഓഫ് ലിസി. പുള്ളി ഒരു പ്രിൻസ്ലി ഫാമിലിയിൽ നിന്ന് കോൺവെന്റിൽ ചേർന്നതാണ്. She was a little neurotic girl. When she joined the convent, she was a nobody there. വലിയ ബുൾഡോസേഴ്സ്, മദർ ഗോൺസാഗ എന്നൊക്കെ പറഞ്ഞിട്ട് കന്യാസ്ത്രീകൾ നടക്കും. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് ഭയങ്കര എന്ത് ന്യൂറോസിസ് ആണ്. I am nobody. One day she developed a BCI principle. She looked at the garden of the convent. She saw big dahlias, big flowers there. She saw so beautiful little violets. Really, now I understand. With big flowers alone, the garden will be ugly. The Lord's garden needs little flowers. And my role is to be the most beautiful little flower for the Lord. From that day, she repeated it. And her name today is the little flower. Okay? That is BCI principle. Saints മാത്രമല്ല, നോർമൽ ആളുകൾക്കും ഈ പറഞ്ഞ BCI principle ഉണ്ടായിരുന്നു. പ്രസിഡന്റ് കെനഡി ഇല്ലേ, ജോൺ എഫ് കെനഡി, പുള്ളിക്ക് ഒരു BCI principle ഉണ്ടായിരുന്നു. When he was shot dead in Dallas, people found on his desk in the Oval Office 4 lines which guided him. ഓർക്കുന്നുണ്ടായിരുന്നു, റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു പോയമാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. The woods are lovely, dark and deep, but I have promises to keep and miles to go and miles to go before I sleep. Kennedy was a young romantic president. He had a quick eye for any pretty face. Okay, so he had to remind, the woods are lovely, dark and deep, but I have miles to go, promises to keep. നമുക്കതിൻ്റെ ആവശ്യമില്ലായിരിക്കും, പക്ഷേ he needed it, so he repeated it all the time to guide him. All of us should have a few BCI principles. BCR ഒക്കെ കാണില്ല, ഇനി BCI കേട്ടോ. BCI principles. ഞാനൊരു പുസ്തകം കണ്ടു കേട്ടോ. നമുക്ക് എല്ലാ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ആവശ്യമുള്ള വളരെയധികം BCI പ്രിൻസിപ്പിൾസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടു. നിങ്ങൾക്ക് വേണോ ആ പുസ്തകത്തിന്റെ റെഫറൻസ്? നമുക്ക് എല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല BCI പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിന്റെ റെഫറൻസ് തരാം. ഓദേശിന്റെ പേര് ആദ്യം പറയാം. എഴുതിയെടുത്തു, മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുസ്തകം അല്ലേ? ചിലർ പുസ്തകം വായിക്കുന്നത് വെരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. പോൾ പറയുന്നുണ്ട്, ദിസ് ബുക്ക് ഈസ് റിട്ടൺ ഫോർ യുവർ എഡിഫിക്കേഷൻ, യുവർ ഗ്രോത്ത്, യുവർ ഡെവലപ്മെന്റ്. യൂസ് ഇറ്റ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ, നോ പ്രോഫിറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ ഹിസ് ഓൺ വില്ലേജ്. പറയില്ലേ, when people of your own place reject you, what happens? പണ്ടേ അറിയാവുന്നത് അല്ലേ? ജനറൽ റൂളാണ് ഈ പറയുന്ന സംഗതി. നോ പ്രോഫിറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ ഹിസ് ഓൺ വില്ലേജ്. അവൻ്റെ അപ്പൂപ്പനെ എനിക്കറിയാവുന്ന എല്ലാവരും പറയുന്നത്, പിന്നെ അവരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ട്. ദാറ്റ്സ് ദ വേ ഇറ്റ്സ് ഗോയിങ് ടു ബി. സോ നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണമെങ്കിൽ ഈ രീതിയിലാണ്. I know I am speaking very fast. Okay? If you don't follow, stop. ഏതാണ്ട് ക്ലിയർ ആണോ? BCI, വോളണ്ടറി കോർട്ടിക്കൽ ഇൻഹിബിഷൻ. കോർട്ടിക്കൽ മീൻസ് കോർട്ടക്സ്. ഇവിടെയാണ് നമ്മൾ ചർച്ച തുടങ്ങേണ്ടത്. എക്സ്പെരിമെന്റലി ഒരു സയന്റിസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എക്സ്പെരിമെന്റലി ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ദിസ് കൈൻഡ് ഓഫ് ഇൻഹിബിഷൻ ഈസ് effective, more effective perhaps than a lot of drugs. The drug of choice for depression, anxiety in this country is Prozac. Nalla psychiatrist Prozac kodukilla. They give virtual Prozac. Prozac is made in a place. Virtual Prozac is made nowhere. You know where it is made? Between the patient and the doctor. It is a piece of BCI principle that you develop. 180-year-old man comes to the doctor, psychiatrist, depression. For example, he is only a millionaire, not a billionaire like his neighbor. That's 85 വയസ്സെന്ന് മാറ്റിക്കും കേട്ടോ. അപ്പം ഡോക്ടറും പുള്ളിയും കൂടി ഇരുന്നിട്ട് എത്ര വയസ്സുണ്ട്? 85 വയസ്സ്. അപ്പം കൂടി വന്നു കഴിഞ്ഞാൽ 10-35 വയസ്സ് പോലെ ജീവിക്കുക അല്ലേ? പട്ടടപ്പാപ്പൻ പറഞ്ഞ പോലെ. അപ്പോൾ അവനിങ്ങനെ മനുഷ്യരായിട്ടിരിക്കുകയാണ്. മോൻ്റെ മകൻ ഇങ്ങനെ വെറ്റിലെല്ലാം എടുത്ത് കൊടുക്കുക. അപ്പോൾ അവന് കെട്ടിപ്പിടിച്ചിട്ട് വന്ന്, എൻ്റെ മോനെ എനിക്ക് സങ്കടം, എന്നാ
നിന്റെ കാലം കഴിയുമ്പോൾ എന്നെ ആരും നോക്കും, മനസ്സിലായി? നിന്റെ കാലം എന്നാ പറഞ്ഞത്? മില്യനെയർ ആണ്. അപ്പം ഡോക്ടർ എല്ലാം കൂടെ പറഞ്ഞത്, അല്ല ഒരു ദിവസം 5 മില്യൺ ചിലവാക്കിയാൽ എത്ര കൊല്ലത്തേക്ക് ജീവിക്കാം? 14 കൊല്ലത്തേക്ക് ജീവിക്കാം. അത് നമുക്ക് നമുക്ക് ബാക്കി നോക്കിയാൽ പോലെ, മനസ്സിലായില്ലേ? എന്തെങ്കിലും പറഞ്ഞ് അവസാനം ദേവിൽ കണ്ടു. മില്യൻസ് അല്ല നമ്മുടെ ഹാപ്പിനെസ് എന്ന്. അത് രാവിലെ 15 മിനിറ്റ് ധ്യാനിക്കുക, റിപ്പീറ്റ് ചെയ്യുക. വൈകുന്നേരം 15 മിനിറ്റ് ചെയ്യുക. കോർട്ടിക്കൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ്. യോഗ ആൻഡ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഓം എന്നൊക്കെ പറയും. ഇത് റാഷണൽ പ്രിൻസിപ്പിളാണ്. ദിസ് ഹെൽപ്സ് അസ്. നമ്മുടെ രാവിലെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് പ്രാർത്ഥനകൾ മാത്രം വിടുന്നതിന് പകരം ഇതുപോലെ ധ്യാനങ്ങളൊക്കെ വളരെ നല്ലതാണ്. When I am going through a real crisis, sit quietly early in the morning and before going to bed, think about, what's happening. Repeat it to yourself. Things will change. Voluntary cortical inhibition. എന്തെങ്കിലും ചോദ്യമുണ്ടോ ഇതിനെപ്പറ്റി? ഇവിടെ ദേഷ്യപ്പെടുന്ന അവരുടെ വളരെ ചിരിച്ചോണ്ടാണ് ദേഷ്യപ്പെടുന്നത്. നമ്മളെ പോലെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ മോൻ ഭയങ്കര എക്സ്പ്രസ് കണ്ടറിയാൻ ചീറ്റപ്പുലിയെ പോലെയാണ്. ഇവിടെ അവരുടെ ചിരിച്ചോണ്ട് കൊലച്ചിരിയല്ലേ പലപ്പോഴും നല്ല കാര്യമാണ്. കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ നല്ലതാണ് സംഗതി പറയുന്നത്. ഈ ഗോഡ് ഫാദർ സിനിമ ഇല്ലേ, അതിനകത്ത് മെർലിൻ ബ്രണ്ടോ ദേഷ്യപ്പെടുന്നില്ലല്ലോ. ഹി ഹാസ് എ പ്രസിംഗ് എൻഗേജ്മെന്റ്. പ്രസിംഗ് എൻഗേജ്മെന്റ് എന്നറിയാമോ? കാർ പോയിട്ട് ഞെക്കി കൊല്ലുക ചെയ്യുന്നത്. അതായത് ഈ പ്രസിംഗ് എൻഗേജ്മെന്റ്. അത് ഭയങ്കര പരിചയാണ്. അല്ല, വാസ് ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് ഈസ് എക്സ്പ്രസിംഗ് ഈസ് ആങ്കർ ഇൻ എ ദിസ് വേ. വിടുത്തുകാരും അങ്ങനെ ദേഷ്യപ്പെടുത്തുന്നവരുണ്ട്. ഇന്നലെ ഒക്കലമായി കണ്ടത് അതാണ്. 9 പോയിന്റ്സിന്റെ ഒരു സ്ലൈഡ് അതിലേക്ക് വരാൻ പോവാണ്. ഇത് ഈ കോഗ്നിറ്റീവ് ലെവലിലാണ്. ദേഷ്യപ്പെടുമ്പോൾ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ റിലീജിയസ് ലൈഫ്, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഇതിന് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ സാധിച്ചത്. എന്നോട് ആരാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതോടെ അച്ഛൻ അന്നത്തെ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കാശെടുത്തെന്ന് പറഞ്ഞപ്പം എനിക്ക് ജനിക്കാൻ സാധിച്ചത് നേരത്തെ നമ്മൾ റെഡിയാ സംഗതിക്ക്, മനസ്സിലായില്ലേ? അപ്പം അതവിടെ അവസാനിച്ചു. അല്ലെങ്കിൽ വലിയ കേസായിട്ടൊന്നും നടക്കട്ടെ. ഒരിക്കലും PG സ്റ്റുഡൻസ്, ഞാൻ PG എക്സാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാം, MS എന്തെല്ലാം അതിനകത്ത് റിസൾട്ട് ഇടുമ്പം ഞാൻ പോകാറില്ല, എൻ്റെ സെക്രട്ടറി വിടും, ഓരോട് ഇടും. അപ്പോൾ പിള്ളേരെല്ലാം നോക്കിയിരിക്കും ആരെയാണ് സെലക്ട് ചെയ്യുന്ന അറിയാനായിട്ട്. എല്ലാം മെറിറ്റ് വെച്ചിട്ടാണ് CMC വെല്ലൂർ, സെൻറ്റ് ജോൺസൺ എല്ലാം കൂടെ കണക്ക് കൂട്ടി ഞാനവിടെ കൊണ്ട് ഇടും. അത്രേ ഉള്ളൂ. അവിടെ ഇട്ടപ്പോൾ ഒരു കന്യാസ്ത്രീ കിട്ടുമെന്ന് കണ്ടിരുന്നതാണ്, കിട്ടിയില്ല. ഡോഗ് എന്നെ വിളിച്ചതാണ്. അത് ക്യാമ്പസിൽ അറിഞ്ഞു. ബിഷപ്പ് സാർ അടുത്ത മീറ്റിങ്ങിൽ വെച്ച് ബിഷപ്പ് സി വെച്ച് ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് യുവർ സിസ്റ്റർ ഇൻട്രസ്റ്റഡ്? നോ. പുള്ളി അങ്ങനെയൊന്നും പറഞ്ഞില്ല. ലാറ്റിനിൽ ഡോഗ് എന്നുള്ളതിന് കാനിസ് എന്നാണ് പറയുന്നത്. ലോഡ് എന്നുള്ളതിന് ഡൊമിനിക്കൻസ് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് ഓഫ് ഗോഡ്. അവൾ എന്നെ ഡൊമിനിക്കൻ എന്നാണ് വിളിച്ചത്. കാർമലീനാണ് വിചാരിച്ചത്. അത് അറിയാൻ പാടില്ല. അവൾ വിളിച്ചോണ്ട് ഞാൻ പട്ടിയാകും, മനസ്സിലായില്ലേ? ഷീ എക്സ്പ്രസ്ഡ് ഹെർ ആങ്കർ പട്ടി എന്ന് പറഞ്ഞു. മലയാളി ആയതുകൊണ്ട് അതേ പറയാൻ പറ്റുള്ളൂ. വേറെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൂടായിരുന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ ഗെറ്റ് അപ്സെറ്റ്. ശരിയല്ലേ? ഞാൻ 4 കാലേ നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കണം എന്തോ പ്രശ്നം നടക്കുന്നത്. അതില്ലാതെ എല്ലാ പ്രശ്നം. വേറെ പറഞ്ഞെങ്കിൽ നല്ല പറയുന്നത് കേട്ടോ. ഈ നമ്മളുടെ സ്പിരിച്വൽ ലൈഫും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫും നമ്മുടെ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എല്ലാമായിട്ട് ബന്ധപ്പെടുന്ന ഒരു രംഗമാണിത്. ഞാൻ പറഞ്ഞതുപോലെ PCI പ്രിൻസിപ്പിൾസ് ഇഷ്ടം പോലെ യേശു തന്നിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി ആ 9 ഡോസിലേക്ക് പോകാം. 9 ഡോസിലേക്ക്
ഈ 9 ഡോട്ട്സിനെ നിങ്ങൾക്ക് 4 സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിക്കാമോ? നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്ത് forget about these things. ഡോട്ട്സ് മാത്രം നോക്കാം. ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാം. ഡോട്ട്സ് ഇടാൻ പറ്റില്ലേ ക്ലിയർ ആയിട്ട്? 4 സ്ട്രെയിറ്റ് ലൈൻ, ഡോണ്ട് ബ്രേക്ക് ദ ലൈൻ. ഓക്കെ, 4 സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഈ 9 ഇതിനെ യോജിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കും. എനിക്ക് 3 വെർട്ടിക്കൽ ലൈനും ഒരു ഡയഗണൽ ലൈനും. അപ്പൊ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ലൈൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പോകണം. ബ്രേക്ക് ചെയ്യാൻ പാടില്ല. എല്ലാ 9 ഡോട്ട്സിലേക്കും നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കും ആ ലൈനിലൂടെ. ഉച്ച കഴിഞ്ഞ് നല്ല എക്സസൈസ് ആയി കേട്ടോ. 3 കഴിയും Think outside. ആർക്കെങ്കിലും ഇട്ടാണ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ മറന്നുപോയിട്ടാണ്. Go this way, left, up, go right, then down and left. ശരിയാ കേട്ടോ. ഞാൻ പറയട്ടെ, ഇവിടെ തുടങ്ങുക, ഇവിടെ വന്നിട്ട് നിൽക്കരുത്, താഴേക്ക് പോകണം. എയിം അറ്റ് ദീസ് 2. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോവുക, അവിടുത്തേക്ക് പോകുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി യോജിച്ചു. കിട്ടിയോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ ഇവിടെ വരിക, ഇവിടെ വരെ കൊണ്ടുപോകാം. എയിം അറ്റ് ദീസ് 2 ഡോട്ട്സ്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുക, ഇവിടെ പോരുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 9 ചേർന്ന്. ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നിങ്ങൾ you went beyond the area of 9 dots. നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പരിഹരിക്കാത്തതിന് കാരണം എന്നറിയാമോ? നീ ഞാനും അവിടെ ഉള്ള കൊച്ചു ലോകത്ത് ജീവിക്കുന്നതുകൊണ്ടാണ്. The moment we get out of this narrow world, myopic world of you, me and him, and enter into the world where God is present, most of our problems we will solve. ആ പ്രോസസ്സിന്റെ പേരെന്നറിയാമോ? Prayer. പ്രയർ എന്നുള്ളത് കുറച്ച് ഫോർമുല ഇടുന്നതല്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ആ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിന്നെ കാണുമ്പോൾ നീ ഞാനും മാത്രമല്ല, വേറൊരു ലോകത്തിലേക്ക് കിടക്കണം. ഷീൻ എന്നുള്ള ബിഷപ്പ് ന്യൂയോർക്കിലുണ്ടായിരുന്ന പുള്ളി എപ്പോഴും പറയുമായിരുന്നു, ഇറ്റ് ടേക്സ് 3 to get married or 2. Man and wife, no. Man, wife and God. In the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ നിനക്ക് വിലയുണ്ടാവുള്ളൂ. മറ്റവരുടെ ദൃഷ്ടിയിൽ അല്ലാത്തൊരു ലോകത്തിൽ കളിപ്പാണ്. So most of our problems we can solve in the presence of God. Prayer life എന്ന് പറയുന്നത് അതാണ്. All things are not by prayer and this world will solve. നമ്മുടെ തെറപ്പിയുടെയൊക്കെ അവസാനം അങ്ങനെ ഒരു ജീവിതമാണ്. ബേസിക്കലി അൾട്ടിമേറ്റ്ലി വാട്ട്സ് ഗോയിങ് ടു ഹെൽപ്പ് us ഈസ് ദിസ് ഫെയ്ത്ത്. ശരിയല്ലേ? ആണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ, ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പം സ്വന്തം മകള് മരിച്ചു, എൻ്റെ അമ്മ ആ പറഞ്ഞ ഒരാളെ ഇല്ല. ഒരു ദീർഘനിശ്വാസം. God who sees everything. എപ്പോഴും ഓർക്കുന്നുണ്ട്. It is not the end of the world. It is another beginning. She was right. In the context of living in that world, you can absorb a lot of frustrations. Prayerful people. അവരുടെ ആംഗിളിന് ഒരു അർത്ഥം, ഒരു രസമുള്ള ആംഗിളായിരിക്കും, അതുകൊണ്ട് ഉപകാരമുണ്ടാകും. അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവാണ്. 4 മാർഗങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് തലയ്ക്ക് വേണ്ടിയുള്ളതാണ്, വോളണ്ടറി കോർട്ടിക്കൽ ഇൻഹിബിഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഉണ്ടായിരുന്നു ഡീസെൻസിറ്റൈസേഷൻ, ബിഹേവിയറലായിട്ട്. അത് ഇപ്പം എനിക്കൊരാൾ ഭയങ്കര അപേക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ബിഹേവിയറൽ സ്റ്റെപ്സ് എടുക്കണം. ഒന്ന്, ആവശ്യമില്ലാതെ ചെയ്യാൻ പോകരുത്, എടുക്കാൻ പോകരുത്.
ചിലപ്പോൾ അവോയ്ഡൻസ് ബിഹേവിയർ ആവശ്യമുണ്ടാവും അല്ലേ? മറ്റേ ആൾ ഇതേ പറയുള്ളൂ, പ്രത്യേകതയെ പറയുള്ളൂ, എനിക്ക് ദേഷ്യവും വരും, മാറിക്കൊടുക്കുക ശ്രദ്ധ. അതുപോലെ തന്നെ ഭർത്താവ് ബേജാറായിട്ട് വൈകുന്നേരം ക്ഷീണമായിട്ടെല്ലാം വന്നു കഴിയുമ്പോൾ അന്നേരം ഈ പ്രശ്നങ്ങളെല്ലാം എഴുന്നേൽക്കാൻ പോകരുത്. മനസ്സിലായില്ലേ? കാര്യം നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ്. യു ആർ ബോൾഡ്, ഈസ് ടയേർഡ്, ഈ നമ്മളുള്ള അട്ടി ഭയങ്കരമാണ്. മനസ്സിലായില്ലേ? ആ നേരത്തിന് ഏതാ പറ്റിയതെന്ന് നോക്കുക, രണ്ടുപേരും നോക്കുക അല്ലേ, ദേഷ്യം വരാനായിട്ട്. അതുകൊണ്ട് സാഹചര്യം എല്ലാം നോക്കണം. പിന്നെ എന്തെങ്കിലും ചോദ്യം? ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കാൻ കാരണം ഇച്ചിരി ടെക്നിക്കലാണ്. ഫോർ ആഫ്റ്റർനൂൺ എനിക്കറിയാതെ ഉച്ച കഴിഞ്ഞിട്ടായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് What is cortical actually? നമ്മളുടെ മനസ്സിന്റെ സബ്സ്ട്രേറ്റ്, നമ്മുടെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? നമുക്ക് കൈയില്ലെങ്കിൽ മനസ്സുണ്ടാവും ഇല്ലേ, കാലില്ലെങ്കിൽ മനസ്സുണ്ടാവും, പക്ഷേ ബ്രെയിൻ ഇല്ലെങ്കിൽ മനസ്സുണ്ടാവില്ല. മനസ്സിൽ ഹ്യൂമൻ മൈൻഡ്, the physiological substratum for existence of human mind is brain. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ തെറപ്പി സ്കിൻ ഡീപ്പ് അല്ല. ഓട്ടോ സജഷൻ എന്നൊക്കെ പറയുന്നത് സ്കിൻ ഡീപ്പാണ്. ഇങ്ങനെ പറഞ്ഞു പറ്റില്ല. ഇതല്ല, നമ്മൾ നമ്മുടെ കോർട്ടെക്സിൽ നമ്മൾ ചിന്തിച്ച് മാറ്റുന്നതാണ്. ബ്രെയിനിന്റെ മെയിൻ മെമ്മറിയുള്ള സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. അവിടെ ന്യൂറോൺസ് ഇന്റർകണക്ട്, അതാണ് മെമ്മറി. അതാ പെർമനന്റ് ഇന്റർകണക്ഷനാണ് മെമ്മറി. റീഡ് ആൻഡ് തിങ്ക് അതിൻ്റെ ഭാഗമാണ് സെറിബ്രൽ കോർട്ടെക്സ്. ആ കോർട്ടെക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, അച്ഛൻ പറഞ്ഞു അയാൾ വെട്ടി നോക്കാൻ പറഞ്ഞു മുമ്പോട്ടെ, അത് കുറയ്ക്കാൻ പറ്റില്ല. അത് അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരു സൂഖനുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം അവർ തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അന്ന് പറ്റില്ല. കൊച്ചുങ്ങൾക്ക് സാധിക്കില്ല. കുഞ്ഞുങ്ങൾ ദേഷ്യപ്പെടുന്നതേ ആ കാലത്തൊക്കെ നമുക്ക് പതുക്കെ ഇച്ചിരി പേടിപ്പിച്ചൊക്കെ നിർത്താവുന്നതേ ഉള്ളൂ. ഗ്രാജുവലി ഹെൽപ്പ് ദം ടു ഡെവലപ്പ്. ഡീസെൻസിറ്റൈസേഷൻ ബിഹേവിയറലായിട്ടുള്ളതാണ്. അത് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് ഫോബിയ എന്ന് പറയത്തില്ലേ, ഫോബിയ, ഹൈറ്റ് ഫോബിയ. അതെങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? ഫോബിയ ഇല്ലാത്തവർക്ക് അതൊരു സൂക്കരല്ല, മനസ്സിലാകില്ല. അപ്പോൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പായിട്ട് ന്യൂട്രലൈസിങ് ആയിട്ടുള്ള വേറൊരു സ്റ്റിമുലസിനെ ചെയ്യുക. യു എൽ ലൈക്ക് സംബഡീസ് കമ്പനി, ആളുമായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക, പിന്നെ ഇറങ്ങി പോരുക. അങ്ങനെയൊക്കെ. ഈയിടെ ഒരാളെ എനിക്ക് നമ്മുടെ ഇതുണ്ടല്ലോ എലിവേറ്റർ, എസ്കലേറ്ററെ കയറാനായിട്ട് പേടിയാണ്. ജീവിതത്തിൽ കയറില്ല, ആളെ ഉള്ളത് എല്ലാം കൂടെ കയറാറുണ്ട്. അപ്പം പറ്റിയ ഒരാളെ പിടിച്ച് തരത്തിൽ ഇപ്പം നടക്കുന്നുണ്ട്. അത് ഡീസെൻസിറ്റൈസ് ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒന്നാമത്തെ ദിവസം മുഴുവൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കിട്ടും, അതിലേക്ക് പോകത്തില്ല. ഇത് 1, 2, 3 നാലാമത്തെ നിങ്ങൾക്കറിയോ പ്രയർ. ആ പ്രയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നോട്ട്സ് ഇട്ടത്. അസ്യൂം ചെയ്യുന്നത്, അസ്യൂം ചെയ്താൽ തന്നെയും സപ്പോസ് ഐ ആം റിലാക്സ്ഡ് അബൌട്ട് മൈസെൽഫ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നല്ല യേശുദാസിനോട് ചെയ്തിട്ട് എല്ലാവരും പറയാണ് പാട്ടറിയാമല്ലേ, അയാളെങ്ങനെ അറിയാമല്ലേ?